ഹായ് ഹലോ വെൽക്കം ടു ഗോവ. നമ്മളിപ്പോൾ ഗോവയിലാണ്, പാലോലം ബീച്ചിലാണ്. വെക്കേഷനൊക്കെ കഴിയാറായതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ചെറിയൊരു ട്രിപ്പ് എങ്ങോട്ടെങ്കിലും കൂടി ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ പാലോലം ബീച്ചിലാണ്. നമ്മളിവിടെ ജസ്റ്റ് സീ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു കോട്ടേജ് ഒക്കെ എടുത്തിട്ടുണ്ട്. രാവിലെ എണീറ്റ് എങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. എല്ലാവരും നമ്മുടെ ഒരു റോ ലുക്കിലാണുള്ളത്. എനിവേയ്സ് നമുക്ക് എൻജോയ് ചെയ്യാം അറ്റ് ഗോവ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന നമ്മുടെ കൊച്ചു റൂം. ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്നതും നമ്മൾ നേരെ മുന്നിൽ സീ ആണുള്ളത്. പാലോലം ബീച്ചിൻ്റെ ജസ്റ്റ് ഷോറിൽ തന്നെയാണ് ഈ ഒരു കോട്ടേജ് ഉള്ളത്. സോ നമ്മൾ പാലോലം ബീച്ചിലാണ്. നമ്മൾ ഒരു ബാക്ക് വാട്ടർ ഡ്രൈവ് അല്ല, ആക്ച്വലി ബോട്ടിങ്ങിന് പോവാണ്. വാസ് ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോണതല്ല, ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയ സമയത്ത് ഗ്രതിക് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ ഒക്കെ ചെയ്യുന്ന ഒരാൾ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്തു. സോ ഹി വാസ് ടെല്ലിങ് ഇവിടെ ബാക്ക് വാട്ടേഴ്സ് ബോട്ടിങ്ങിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈഗിൾ ഫീഡിങ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടേക്ക് നമ്മൾ കൊണ്ടുപോയി അവിടെ അവർക്ക് ചിക്കൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ഈഗിൾസ് നമ്മളുടെ ചുറ്റും വരും എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് ഗ്രതിക്കിൻ്റെ കയ്യിലുള്ള ഒരു ബ്ലൂ കവറിൽ നിറച്ച് ചിക്കനാണ്. ഇത് നമ്മൾ ഈഗിളിന് കൊടുക്കും. അപ്പോൾ കുറേ ഈഗിൾസ് വരും എന്നാണ് പറയുന്നത്. നമ്മൾ പോയി നോക്കുന്നുണ്ട്. ഇത് ബാക്ക് വാട്ടേഴ്സിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പോയിൻ്റാണ്. കണ്ടോ, നമ്മൾ പാലോലം ബീച്ച് കണ്ടിട്ട് ഇവിടേക്ക് വരും തോറും, ബാക്ക് വാട്ടേഴ്സിൻ്റെ ഈ ഭാഗത്തോട്ട് വരും തോറും തിരകളെല്ലാം കുറഞ്ഞു ശാന്തമായി. സോ ഇവിടെ കുറേ ബോട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഏതോ ഒരെണ്ണത്തിലാണെന്ന് തോന്നുന്നു നമ്മൾ പോകുന്നത്. ലെറ്റ്സ് സീ. Yeah, so this is Gritik. Hi. So right now we are in Palolem, and at the edge of the Palolem beach we have one Palolem backwater. So we are doing a boat trip. So we do eagle feeding, we show balancing rock. 5 to 6 birds are there, kingfishers and cormorant and all. The whole trip will take 45 minutes. Okay, so let's go. Sure, yeah. Let's go. Yeah. വാട്ടേഴ്സ്, നമ്മൾ ഈ കാണുന്ന ബാക്ക് വാട്ടേഴ്സ് ചാപ്പോലി ഡാമിൽ നിന്ന് വരുന്നതാണ്. അതിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ ബാക്ക് വാട്ടേഴ്സ് ആൻഡ് ഈസ് ഗെറ്റിംഗ് കണക്റ്റഡ് ടു പാലോലം ബീച്ച്. പുഴ മത്സ്യം ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണിത് എന്നാണ് പറയുന്നത്. ഇവിടെ മത്സ്യം പിടിക്കാനായിട്ട് ഫാമിലീസ് വരാറുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഓയിസ്റ്റർ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഷെൽസ് ആണ് ഇവിടെ എടുക്കുന്നത്. പിടിച്ചതിന് ശേഷം ഒരു ഹാമറൊക്കെ വെച്ച് അത് റെഡിയാക്കും. അതിൻ്റെ ഷെൽസ് ആണ് അവിടെ എടുക്കുന്നത്. സോ കണ്ടൽ കാടുകളാണ് ഇതെല്ലാം, മാംഗ്രോവ് ഫോറസ്റ്റുകളാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ചെളിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ചെളി അങ്ങനത്തെ ഒരു ഇതിലാണ് മാംഗ്രോവ് ഫോറസ്റ്റുകൾ ഉണ്ടാവുക. ഈഗിൾസിനെ കണ്ടു തുടങ്ങി എന്നാണ് നമ്മളോട് ഗ്രന്ഥിക് പറയുന്നത്. അവർ വെയിറ്റിംഗ് ഫോർ ഫുഡ്. നമ്മൾ ഇടയിൽ ഒരു കൊളക്കോഴീനെ ഒക്കെ കണ്ടു. ആൻഡ് വാട്ട് വി സേ കൊളക്കോഴി ഇൻ ഗോവ? കൊളക്കോഴി. ദാദോ ബർഡ് വി സോ ദേർ? പനക്കൊമ്പടി. പനക്കൊമ്പടി എന്നാണ് കൊളക്കോഴീനെ ഇവിടെ ഗോവയിൽ പറയുന്നത്. യെസ്, അതാ മരത്തിന്റെ മുകളിൽ ഈഗിൾസ് ഉണ്ട്. ഓ, ദീസ് ആർ ബ്ലാക്ക് ഐഡ് ഈഗിൾസ്. വൈറ്റ് ഹെഡഡ് ഈഗിളും ബ്ലാക്ക് ഐഡ് ഈഗിൾസും ഉണ്ട് ഇത്ര. ഇതൊരു ബാലൻസ്ഡ് റോക്കാണ്. This is a balanced rock.
കുറേ കാലങ്ങളായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നു. അത്രയും വലിയൊരു റോക്കിന്റെ മുകളിൽ ഒരു കുഞ്ഞു റോക്ക്, ഒരു ചെറിയ പോർഷൻ മാത്രം സർഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. നമ്മൾ ഈഗിൾ ഫീഡിങ് ചെയ്യാൻ പോവാണ്. സോ പതുക്കെ നമ്മൾ ഈ മാംഗ്രോവ് ഫോറസ്റ്റിന്റെ അവിടേക്ക് സൈഡാക്കി ആൻഡ് നമ്മളിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ രഞ്ജുവേട്ടൻ പോക്കറ്റിൽ നിറയെ 2, 3, 4 ഫോണൊക്കെ വെച്ച് ഇരിക്കുന്നുണ്ട്. സോ ഈഗിൾ പീസുകൾ ഓക്കെ ഓക്കെ, നമ്മൾ ചിക്കന്റെ പീസുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈഗിൾസ് വന്ന് അത് എടുത്തിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇടേണ്ട താമസം. സോ വേസ്റ്റുകളാണ് നമ്മൾ കൂടുതൽ ഇടുന്നത്. ചിക്കന്റെ ആ ഒരു നമ്മൾ കഴിക്കുന്ന കറക്റ്റ് പോർഷൻ അല്ല. ഓ വാവ്, white bellied eagle, white bellied sea eagle, yeah, sea eagle. Wow. Wow. നിറച്ച് ഈഗിൾസ് ആയി നമ്മുടെ ചുറ്റും, നമ്മുടെ മുന്നിൽ ഇങ്ങനെ കിടന്ന്. അടിപൊളി. നമ്മളിട്ട വലിയ വേസ്റ്റിന്റെ പോർഷൻ ഇപ്പോഴും അവർ എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു വലുതെടുക്കുന്നത് ഫുള്ള് മറ്റേ വൈറ്റ് ബെലീഡ് സീഗിൾസ് ആണെന്ന് തോന്നുന്നു. വലിയതായിട്ടുള്ള എടുക്കുന്നത് ഫുള്ളുള്ളത് അല്ലേ? ഓ, യു ഡു നോട്ട് നോ മലയാളം. ഐ ജസ്റ്റ് ഫോർഗോട്ട് ദാറ്റ്. നിറയെ ഈഗിൾസ് ഇവിടെ വട്ടോട്ട് പറക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു പട്ടിക്കുട്ടനും കൂടി ട്രൈ ചെയ്യുന്നുണ്ട്. കോമ്പറ്റീഷൻ ആണ്, ഈഗിൾ വേഴ്സസ് ഡോഗ്. നീന്തുന്ന നോക്കാം പട്ടി. ആപ്പാ നോക്കാ, നീന്തി പോണ നോക്ക്. അടിപൊളിയാ പട്ടി, നീ പോണ നോക്ക്. ഓൾമോസ്റ്റ് അങ്ങേ അറ്റത്താണ് അത് കിടക്കുന്നത്. ഒരെണ്ണം ഇങ്ങനെ വട്ടിട്ട് വരുന്നുണ്ട്. പട്ടി അതെടുത്തു. ഡോഗ് ഓൺ ദ ഗെയിം. ഈ ഒരു മരത്തിൽ നിറയെ ഈഗിൾസ് ആണ്. ആ വേസ്റ്റ് ഒരു വൈറ്റ് ബെലീഡ് സീഗിൾ വന്നെടുത്തു. നമ്മുടെ പട്ടിക്കുട്ടൻ, യെസ്, പട്ടി കൂളായി പോയി. നമ്മൾ ആദ്യം ഇട്ട വേസ്റ്റ് എടുത്തു. എന്തായാലും നമ്മളിട്ട വേസ്റ്റുകളെല്ലാം ഈഗിളായിട്ടും പട്ടിയായിട്ടും ഒക്കെ കഴിച്ചു. വേസ്റ്റുകളൊന്നും റിവറിൽ കിടക്കുന്നില്ല ഇനി ബാക്ക് വാട്ടറിൽ. നമ്മളിനി വേറെ ഒരെണ്ണം ഇട്ടു. വാവ്, മാളിങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട്. നമ്മള് കഥകളിലൊക്കെ ഈഗിള് കൊത്തുന്നതും ഒക്കെ കണ്ടിട്ട്. സത്യം നിറച്ച് ഈഗിൾസ് ട്ടോ. ഇത്രയധികം പരുന്ത് ഒരുമിച്ച് നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാ. അതെ അതെ. നമ്മളിങ്ങനെ മോളിലേക്ക് എറിഞ്ഞു ഓടുന്നപ്പോ മോളിൽ തന്നെ ക്യാച്ച് ചെയ്ത് പോകുന്നു. എത്ര ഈഗിൾസ് അല്ലേ! വാവ് വാവ്. നമ്മളിതിങ്ങനെ ഓപ്പൺ ബോട്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴേ ഇതിങ്ങനെ നമ്മുടെ സൈഡിൽ കൂടിയും തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ പാഞ്ഞ് പറന്ന് പോകുമ്പോൾ നമുക്ക് തോന്നുന്നു ഇപ്പം നമ്മളെ കൊത്തുന്നു. അങ്ങനെയാണ്, അത്ര അധികമാണ് നമ്മുടെ എല്ലാ സൈഡിൽ കൂടി ഇങ്ങനെ പറന്ന് വരുന്നത്. ഇതെല്ലാം കറക്റ്റ് ക്യാച്ചാണ്, ഒന്നും താഴെ വീഴുന്നില്ല. മുകളിലോട്ട് എറിഞ്ഞു കൊടുക്കുന്ന എല്ലാം കറക്റ്റ് ക്യാച്ചാണ്. ബോട്ടിന്റെ മുകളിൽ ഈഗിളിരുന്നോട്ടെ, കുഴപ്പമില്ല. കുഴപ്പമില്ല. യെസ് യെസ്, ഗുഡ് വൺ ഗുഡ് വൺ. നമ്മളിനി ഇവിടെ ജംഗലിലേക്കാണ് പോകുന്നതാണ് പറയുന്നത്. ആള് നമ്മളുടെ അടുത്ത് ആനക്കൊണ്ട ഫിലിം കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആനക്കൊണ്ടനെ ഒന്നും കാണാണ്ടാന്ന് നമ്മൾ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ഓക്കെ,
അത് മാളുട്ടിക്കുള്ള തഗ്ഗാണ്. നമ്മൾ പറഞ്ഞു ബ്ലാക്ക് ഐഡും അതുപോലെ തന്നെ വൈറ്റ് സൈഡഡ് ഈഗിളും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദീസ് ആർ വൈറ്റ് സൈഡഡ് ഈഗിൾസ്. ബ്രഹ്മണിക് കൈറ്റ്. ആ പട്ടിയുടെ അവിടെ എത്തി. പട്ടി നീന്തി വന്ന് എടുത്ത വേസ്റ്റ്, ചിക്കൻ വേസ്റ്റ് ഒക്കെ അടിച്ച് മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡുകളിലൂടെ പോകുമ്പോൾ അങ്ങനെ ഇടയിൽ കുറെ പോക്കറ്റ് റോഡ്സ് കാണുന്നു എന്ന് പറയുന്ന പോലെ നമ്മൾ മെയിൻ റിവർ ബാക്ക് വാട്ടറിൽ കൂടെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുറച്ച് ഡൈവേർഷൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നമ്മൾ പോകുന്നുണ്ട്. ഇങ്ങനെ ഈ കാണുന്ന റോക്സിന്റെ അവിടേക്ക് ആയിട്ട് നമുക്ക് ഞണ്ടുകൾ, കുഞ്ഞു കുഞ്ഞു ഞണ്ടുകൾ തന്നെ കാണാം, ചോട്ടാ ക്രാബ്സ്. അപ്പോൾ അതിനെ ഇവര് പറയുന്നതാണ് കേക്കട. കേക്കട എന്നാണ് ഇവര് ക്രാബ്സിനെ പറയുന്നത്. ഇതെല്ലാം ഫിഷിംഗ് ബോട്ട്സ് ആണ്. ഈ ബോട്ട്സും കൊണ്ട് ഇവര് പാലോലം ബീച്ചിൽ പോകും. പാലോലം ബീച്ചിൽ പോയിട്ട് ഫിഷിംഗ് എല്ലാം ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ അതിന്റെ ആ ഒരു വലയും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ? സോ നമ്മൾ തിരിച്ചു പോയോണ്ടിരിക്കുവാണ്. ഓ, മാളു ടൈറ്റാനിക് കളിച്ചു തുടങ്ങി. എന്നാലോട്ട് വിട്ടു നിൽക്കാനുള്ള ധൈര്യമില്ല. ഇത് വേറെ എവിടോ ദിശയിലോട്ട് പോകുന്ന ടൈറ്റാനിക് ആണ്, ശരിക്കുള്ള ടൈറ്റാനിക് അല്ല. നല്ല രസമുള്ളൊരു ബോട്ട് ട്രിപ്പാണിത്. അധികം എക്സ്പ്ലോർഡ് അല്ല, ഒരുപാട് അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, ക്രൗഡഡ് അല്ല. ഒരുപാട് ബോട്ട്സ് വന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ബോട്ട്സിലുള്ള ആൾക്കാരെ നോക്കിയിരുന്ന് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ മാംഗ്രോവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവും. ഈഗിൾ ഫീഡിങ്, അതുപോലെ തന്നെ 2-3 തരത്തിലുള്ള ഈഗിൾസ്, പിന്നെ വേറെ 1-2 പക്ഷികൾ, കിങ് ഫിഷർ അങ്ങനെയൊക്കെ കാണുക. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇതെല്ലാം നമ്മൾ ഈ പോയ പോലത്തെ ട്രിപ്പിനുള്ള ബോട്ട്സ് ആണ്. ഒരുപാട് ട്രിപ്സ് ഉണ്ട്. വലിയ ക്രൗഡൊന്നും നമ്മൾ കണ്ടില്ല ഈ മാംഗ്രോവ് ഫോറസ്റ്റിൽ, ബട്ട് സ്റ്റിൽ ഒരുപാട് ഷിപ്സ് ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് നല്ല കാറ്റും ഒക്കെയുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെയിൻ പാലോലം ബീച്ചിൽ ബോട്ടിംഗ് നടക്കില്ല. സോ ആ സമയത്ത് ഇവിടെ നല്ല ക്രൗഡ് വരും. അതിനു വേണ്ടിയാണ് ഇത്രയും ബോട്ട്. കടൽക്കാക്ക അല്ലെങ്കിൽ നീർക്കാക്ക എന്നൊക്കെ നമ്മൾ പറയും. അതിൻ്റെ കൂടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഞങ്ങൾക്ക് പാലോലം ബീച്ചിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ബാക്ക് വാട്ടർ റൈഡായിരുന്നു. ബാക്കി കയാക്കിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് എല്ലാ ബീച്ചസിലും അവൈലബിൾ ആണ്. പക്ഷെ നോർമലി നമ്മൾ എല്ലാവരും ഗോവയിൽ വന്ന് ഈ ഒരു സംഭവമാണ് എക്സ്പ്ലോർഡ് ആയിട്ട് പോകുന്നൊരു സംഭവമാണ്. സോ എല്ലാവരും ഇനി വരുന്ന സമയത്ത് ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. നല്ലൊരു ബോട്ട് ട്രിപ്പായിരുന്നു. സോ ടേക്ക് കെയർ, ബൈ.